വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് വന്ദന. എൻ്റെ ചാനൽ ഇസ് ഓൾ അബൌട്ട് ട്രാവൽ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമ്മിങ് ടു ദ വ്ളോഗ്, നമ്മളൊരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രെപ്പ് ചെയ്യുന്നൊരു ഫ്യൂ ക്ലിപ്സാണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോപ്പിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ പോകുകയാണെങ്കിലും ട്രാവൽ എക്സ്പെൻസിനെക്കാട്ടിലും കൂടുതലാവുന്നത് ഷോപ്പിങ്ങിനാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഷോപ്സിലൊക്കെ കയറി. എൻ്റെ ഫേവറേറ്റ് സ്റ്റോർ വെസ്റ്റ് സൈഡാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ടോ. ഫുഡ് കോർട്ടിൽ പിന്നെ നമുക്ക് എവിടെ പോയാലും ഷോപ്പിംഗ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇത്തിരി എന്തെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഒരു പിzzയും ഒരു ലെമൺ മിൻറ്റ് മോജിറ്റോ ഒക്കെ പറഞ്ഞ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ചുകൂടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടോ. പിന്നെ ഡേ ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രൂമിങ്ങിന് വേണ്ടി പോയ ത്രെഡിങ്ങും ഒരു ചെറിയൊരു ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് പോയതാണ്. പിന്നെ നമുക്ക് അന്ന് രാത്രി പാക്കിംഗ് ഉണ്ടായിരുന്നു. പാക്കിംഗ് ഒരു വലിയ സംഭവമാണ്. എവിടെ പോകണമെങ്കിലും ഭയങ്കരമായിട്ട് പാക്ക് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ നന്നായി പാക്ക് ചെയ്തു. പാക്കിംഗ് ക്യൂബ്സ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഡേ 3, അതാണ് നമ്മൾ പോകുന്ന ദിവസം. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ള എന്തെങ്കിലും ഗസ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊച്ചിയിലേക്കാണ് പോകുന്നത്. കോയമ്പത്തൂർ ടു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക്. കണക്റ്റിംഗ് ഫ്ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ക്ലിപ്സൊക്കെ എടുത്താണ്. നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ പോകുന്ന വഴിയിൽ കൊച്ചി എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. അവിടെ കൊച്ചി എയർപോർട്ടിന് കുറച്ച് മുന്നിലായിട്ട് ഒരു ചായ പീടിക എന്നൊരു സ്പോട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ചായയും കടികളൊക്കെ കഴിച്ചു. അപ്പോൾ ആർക്കൊക്കെയാണ് ചായ കൂടുതൽ ഇഷ്ടം പറയും. എനിക്ക് ചായ ഒരു വികാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചപ്പോൾ നല്ലൊരു ഉഷാറായി. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹുഡി മാത്രം ചേഞ്ച് ചെയ്തു, ഡ്രസ് ചേഞ്ച് ചെയ്തു. നമ്മൾ പിന്നെ അവിടെ നമ്മുടെ യൂഷ്വൽ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിൽ പോയിരിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ഇപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ അവിടെയൊക്കെ തേരാപ്പാര നടന്ന് കുറേ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയുണ്ട്. വേഗം തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മേലെ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചു. ബീഫ് ഞാൻ കഴിക്കില്ല, സോ എൻ്റെ ഹസ്ബൻഡ് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊറോട്ട ടേസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ബോർഡിങ്ങിന് സമയമാകുമ്പോൾ പോകാമെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ അങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണോ? എന്തെങ്കിലും ഈ ഡീൽസൊക്കെ കണ്ട എയർപോർട്ടിൽ ഷോപ്പ് ചെയ്യാറുണ്ട്, ലൈക്ക് ബാഗ്സൊക്കെ, ബ്രാൻഡഡ് ബാഗ്സൊക്കെ ഷോപ്പ് ചെയ്യാറുണ്ടോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്തായാലും എന്താണ് എൻ്റെ ചാനൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ്റ് പറയാൻ മറക്കരുത്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി കുക്കിംഗ് ഷോർട്സാണ് കേട്ടോ ഇടാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ബോർഡിങ്ങിന് സമയമായി. പിന്നെ നമ്മളങ്ങനെ നേരെ ഫ്ലൈറ്റിൽ കയറി. പിന്നെ നല്ല വർക്കൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ എത്തുന്നത് കൊലാലംപൂരിലാണ് കേട്ടോ. അപ്പോൾ കൊലാലംപൂരിൽ നമുക്ക് ഒരു 6 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വേഗം ഷോപ്സൊക്കെ കയറി ഇറങ്ങി ചായയും ഒക്കെ കുടിച്ചില്ല, കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡിങ് സമയപ്പോൾ പിന്നെ കയറി വന്ന നല്ല കാഴ്ചകളായിരുന്നു. ഒരുപാട് രസമുണ്ട്. എനിക്ക് മോസ്റ്റ്ലി മോർണിംഗ് ഫ്ലൈറ്റ്സിൽ ഈ ക്ലൗഡ്സിൻ്റെ വ്യൂ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് രസിക്കുന്ന നമ്മുടെ സ്ഥലം എത്തി. അപ്പം നിങ്ങളിത് കാണുമ്പോൾ ഏകദേശം ഒരു ഗസ് ഉണ്ടാവും. അപ്പം നമ്മൾ പോകുന്നത് തായ്ലാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ തായ്ലാൻഡിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയത്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ വരുന്നതായിരിക്കും. ബൈ.